ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ മൂന്നുപേരും കൂടി പോകുന്നത് മോളൂട്ടിക്ക് കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് അലർജി കൂടിയിട്ട് ചൊറിച്ചിലും കാര്യങ്ങളുമായിട്ട് കുറേ ദിവസം നടക്കുകയാണ്. അപ്പോൾ രാവിലെ തൊട്ടേ അവൾ എണീക്കുന്നത് കണ്ണ് ചൊറിഞ്ഞാണ്. അങ്ങനെ ആദ്യം അവൾ ഡോക്ടറെ കാണിക്കാനായിട്ട് പോകണം. അങ്ങനെ ഡോക്ടറെ കാണിച്ചിട്ട് നമുക്ക് വേറെ കുറേ പരിപാടികൾ പ്ലാൻ ചെയ്തിട്ട് പോയത്. പക്ഷേ ഡോക്ടറെ കണ്ടിട്ട് ഇറങ്ങാൻ ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് പ്ലാനിങ്ങിൽ പകുതിയും നമ്മൾ കട്ട് ചെയ്തു. ഇപ്പം നമ്മൾ ഡോക്ടറെ കാണിച്ചിട്ട് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് കഴിക്കാനാണ്. കാരണം 12 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തിറങ്ങുന്നത് 3 മണിക്കാണ്. അന്നേരം നമുക്ക് വിശന്ന് കുടൽ കത്തിപ്പോയി. അങ്ങനെ അത്യാവശ്യപ്പെട്ട് കഴിക്കാനായിട്ടൊരു ഹോട്ടലിൽ കയറിയതാണ്. അവിടെ ചെന്ന് നമ്മൾ ഈ മെനു ഒക്കെ എന്തിനാണ് നോക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം എത്ര മെനു നോക്കിയാലും ഞാനൊക്കെ ഓർഡർ ചെയ്യുന്നത് ഒന്നീ മന്തി അല്ലെങ്കിൽ ബിരിയാണി, ഇത് രണ്ടും മാത്രമേ എനിക്ക് ഓർഡർ ചെയ്യാൻ അറിയത്തുള്ളൂ. അത് ലാസ്റ്റ് കറക്കി തിരിഞ്ഞ് മന്തി തന്നെ എത്തി. അങ്ങനെ നമ്മൾ കാത്തിരുന്ന് ഏകദേശം 20-22 മിനിറ്റോളം കാത്തിരുന്നു കേട്ടോ. ലാസ്റ്റ് ദേഷ്യം വന്നതിന് ഞാൻ ആ പയ്യനോട് ചോദിച്ചു, നമുക്കിത് ആഹാരം തരുവോടെന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞത് ഒരുപാട് സമയമൊന്നും ആയില്ല ചേച്ചി, 15 മിനിറ്റല്ലേ ആയുള്ളൂ എന്നാണ്. അവസാനം കാത്തിരുന്ന് പുഴ മെലിയും പോലെ കുടലൊക്കെ മെലിഞ്ഞപ്പോൾ സാധനം എത്തി കേട്ടോ. സാധനം എത്തിയിട്ടും ഇവളുടെ മുഖം ഇങ്ങനെ ഇരിക്കുന്നത് വിശന്ന് അങ്ങേ ഏറ്റവും എത്തിയിട്ടും ഞാൻ തിന്നാൻ സമ്മതിക്കാതെ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്. വീഡിയോ ഒക്കെ എടുത്തതിന് ശേഷം പിന്നെ നമുക്കൊരു യുദ്ധമായിരുന്നു. പിന്നെ നമുക്ക് ആർക്കും നോക്കാൻ സമയമില്ലായിരുന്നു. അതുപോലെ വിശന്ന് പോയതുകൊണ്ട് അതുപോലെയായിരുന്നു തീറ്റിയും. അവസാനം തിന്ന് എല്ലാവർക്കും വയറ് വീർത്ത് പോയിട്ട് നടക്കാൻ പോലും വയ്യാതെ സത്യത്തിൽ ശരിക്കും താഴ്ന്ന് മേലോട്ട് പോയാൽ മതി. പക്ഷെ അത്ര നടക്കാൻ പറ്റുന്ന നമ്മൾ ഓട്ടോ വിളിച്ച് അടുത്ത സെക്ഷനിലേക്ക് പോയി. അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ബർത്ത്ഡേക്ക് വേണ്ടിയുള്ള തുണിക്ക് മെറ്റീരിയൽസ് എടുക്കുക എന്നുള്ളതാണ്. ചേച്ചി തയ്ക്കും, അപ്പോൾ അതുകൊണ്ട് മെറ്റീരിയൽസ് എടുത്താൽ മതി. നമുക്ക് കുറച്ച് ഐഡിയാസൊക്കെ ഉണ്ട്, അതൊന്ന് റെഡിയാക്കി എടുത്താൽ മതി. അപ്പോൾ അതിന് നമ്മൾ പോയത് പാരഗിലേക്കാണ്. പാരഗാണോ പരാഗാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. അവിടെയാണ് പോയത്. അവിടെ ആകുമ്പോൾ മെറ്റീരിയൽസ് മാത്രമേ ഉള്ളൂ, എല്ലാ തരം മെറ്റീരിയൽസും അവിടെ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അതെടുക്കാനായിട്ട് പോയി. അവിടെ ചെന്നപ്പോൾ ഈ പിള്ളേർക്കെല്ലാം ഒരേ കളറിലുള്ള എടുക്കാമെന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെ ചെന്നപ്പോൾ ഒരാൾക്ക് ഇഷ്ടപ്പെടുന്ന കളറ് അടുത്ത ആൾക്ക് ഇഷ്ടപ്പെടില്ല, അത് മറ്റേ ആൾക്ക് ഇഷ്ടപ്പെടില്ല. അങ്ങനെ അത് മാറി എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് പേസ്റ്റൽ കളർ എടുത്തു. പേസ്റ്റൽ ഷെയ്ഡ്സിൽ 4-5 എടുത്തിട്ട് പിന്നെ എനിക്കുള്ള മെറ്റീരിയലും എടുത്ത് വാവയ്ക്കുള്ളതൊക്കെ എടുത്ത് നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഇത് ഒരുപാട് സമയം എടുത്തിട്ട് നമുക്ക് നോക്കിയെടുക്കാനായിട്ടൊക്കെ. കാരണം തർക്കങ്ങൾ വന്ന് പകുതി പേരെ എൻ്റെ കൂടെ 2 പേര് എൻ്റെ കൂടെ ഉള്ളൂ, ബാക്കി 3-4 പേര് കോളിലാണ്. അപ്പോൾ അവരെയൊക്കെ വിളിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ട കളറൊക്കെ നോക്കി പറക്കിയൊക്കെ എടുക്കാൻ സമയമെടുത്തു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് നമ്മൾ ലാസ്റ്റ് 5-5:30 മണിയെ വീട്ടിൽ എത്തിയപ്പോൾ അങ്ങനെ നമ്മൾ തിരിച്ച് ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോവാണ്. ഇതൊക്കെയാണ് ഞങ്ങൾ മേടിച്ച ഡ്രസ്സ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ, ടാറ്റാ.